ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ക്ലീനിങ് വ്ലോഗാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ മുറ്റടിക്കാനായിട്ട് ചൂലായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. ഈ മുറ്റടി ഉണ്ടല്ലോ, എനിക്ക് വലിയൊരു ടാസ്ക്കാണ്. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഞാനൊരു മുറ്റടി കാഴ്ചവെച്ചു. കാരണം എന്താണെന്നോ, നമ്മൾ അടിച്ചാലും തീരാത്ത അത്ര ഒരു മുറ്റുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ മുറ്റടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് ചെന്നു. ഇനി ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ആദ്യം നമ്മൾ ടേബിളും അതിനുശേഷം ടീപ്പോയിയും പിന്നെ അടുക്കളയിൽ കൗണ്ടർ ടോപ്പുമാണ് ക്ലീൻ ചെയ്യുന്നത്. അതിലൊത്തിരി വൃത്തികേടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു സോഫ്റ്റായിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കസേരയൊക്കെ റീഅറേഞ്ച് ചെയ്ത് ശരിക്കിട്ട്, ഈ കുട്ടികളുള്ള വീട്ടിലുണ്ടല്ലോ, കസേരകൾക്ക് ജീവനുള്ള മാതിരിയാണ്. കസേര ഒറ്റയ്ക്ക് നടക്കുന്ന മാതിരി നടന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്ര അങ്ങോട്ട് ഒതുക്കി വെച്ചാലും കസേര വീണ്ടും പല ഡയറക്ഷനിലും നടക്കും. അങ്ങനെ അതെല്ലാം റെഡിയാക്കി ഞാൻ അടുക്കളയ്ക്ക് ചെന്നപ്പോഴേക്കും എന്നെയും കാത്ത് സിങ്ക് നിറയെ പാത്രങ്ങളുണ്ടായിരുന്നു. ഈ പാത്രത്തിൻ്റെ പിന്നിലുണ്ട് ഒരു കഥ. എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വൈകുന്നേരം ഹസ്ബൻഡ് വരാൻ വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ സെറ്റായിട്ടിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഉണ്ട് ആൾ വന്നത് ചിക്കനൊക്കെ മേടിച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ നേരം വൈകിട്ടാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ പാത്രം മോറൽ ഞാൻ രാവിലേക്ക് മാറ്റിയിരുന്നു. പിന്നെ അത് പാത്രം മോറലൊക്കെ കഴിഞ്ഞ് ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. നമ്മൾ പ്രത്യേകിച്ചുള്ള ക്ലീനിങ് ഒന്നല്ല, സാധാ മാതിരി തുടപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ തുടക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ എപ്പോഴും തുടയ്ക്കുന്ന സംഭവമാണല്ലോ, അതിൽ വൃത്തികേടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇത് നമ്മൾ സാധാരണമായിട്ട് ക്ലീൻ ചെയ്യണ മാതിരി ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ഡീപ്പ് ക്ലീനിങ് ആയിട്ടൊന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് മാസത്തിലൊരിക്കലൊക്കെ ഉള്ളൂ അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. നമ്മളിപ്പോൾ എന്നും ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതിനുശേഷം ഞാൻ ലിവിങ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അടിച്ചു കോരേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. വല്ല പ്രത്യേകിച്ച് പൊടിയോ ചളിയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഡൈനിങ്ങൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കി. കസേരകളൊക്കെ മുന്നേ തന്നെ റെഡിയാക്കിയിട്ടായിരുന്നു. മേശയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടിവിൻ്റെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കലും കളിക്കലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വൃത്തിയാക്കിയതിന് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഇന്ന് വരുമ്പോഴേക്കും ഒക്കെ സെറ്റാക്കും. അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയ്ക്ക് കയറി. അടുക്കളയൊന്ന് അടിച്ച് പെറുക്കി ഒന്ന് വൃത്തിയാക്കി വെച്ചു. അടുക്കളയിൽ പ്രത്യേകിച്ച് വൃത്തികേടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കൗണ്ടർ ടോപ്പും എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു അടിച്ചു കോരേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചായക്ക് വെച്ച വെള്ളം ഇങ്ങനെ തിളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാപ്പിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അത് ഞാൻ ആയപ്പോഴേക്കും ഞാൻ അടച്ച് മാറ്റി വെച്ചു. അതിന് ശേഷമാണ് നമ്മൾ തീരുമാനിച്ചത് എന്താ വെച്ചാൽ, ഇന്നലെ മേടിച്ച ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് എന്തുണ്ടാക്കും രാവിലത്തെ കടി. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് പുട്ടും ചിക്കനും ഒത്തിരി ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയത്. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. തനി നാടൻ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് വലിയ സ്പെഷ്യലായിട്ട് അങ്ങനത്തെ രീതികളൊന്നും പ്രത്യേകിച്ച് താല്പര്യമില്ല. അപ്പോഴേക്കും നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അരിയൊക്കെ ഇട്ടേ. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. നോക്കുമ്പോൾ ഉണ്ട് അരി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒന്നും നോക്കാതെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. ഇന്ന് എനിക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. എന്താ വെച്ചാൽ, ഞാൻ ഡയറി കുറച്ച് പെൻഡിങ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് DH കോൺഫറൻസ് ആണ്. അപ്പോൾ അതിൽ അഡ്വാൻസും ടൂറും ഒക്കെ മെഡിക്കൽ ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിക്കേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇന്നാണത് ചെയ്യാറ്. അപ്പോൾ തന്നെ കുറച്ച് നേരം ഇരുന്ന് അതൊക്കെ സെറ്റാക്കിയേ. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ആശാ റിവ്യൂവും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് സമയം കിട്ടില്ല. പൊതുവേ ഞാൻ കറിയൊക്കെ ആയ ശേഷമാണ് പുട്ട് അങ്ങനെ കടികൾ, ദോശയൊക്കെയാണ് വെച്ചാൽ ദോശയൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഞാൻ അവസാനത്തെ പണിയായ പുട്ട് ഉണ്ടാക്കൽ തുടങ്ങി. അങ്ങനെ പുട്ടുമായി, കറിയും സെറ്റായി. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി പുട്ടും ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിച്ചായിരുന്നേ. പൊതുവേ ഇപ്പോൾ സ്കൂൾ പൂട്ടിയതുകൊണ്ട് തന്നെ കുട്ടികൾ ലേറ്റായിട്ടാണ് എണീക്കാറ്.
എന്തായാലും അവർ നീച്ചിട്ടുണ്ടായിരുന്നു. അവർ പല്ലേക്കുന്ന സമയത്ത് ഞാൻ കിടക്കൊക്കെ ഒന്ന് സെറ്റാക്കി വിരിച്ചിട്ടു. അതിനുശേഷം ഞാൻ തിരുമ്പാനുള്ള തുണികളൊക്കെ എടുത്ത് നേരെ മുകളിലേക്ക് കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലിട്ടു. ഞാൻ പൊതുവെ വാഷിംഗ് മെഷീനിലാണ് അലക്കാറ്. ഞാൻ രാവിലെ അലക്കാനിട്ടിട്ട് പോയിട്ട് വന്നിട്ടാണ് തോരടാറ്. അത് കഴിഞ്ഞപ്പോഴേക്കും സമയം ഒത്തിരി പോയിരുന്നേ. എന്തായാലും ബാക്കി പണി ഞാൻ പെൻഡിങ്ങായി വെച്ചിട്ട് ഞാൻ ഇറങ്ങാൻ നോക്കുകയായിരുന്നു പിന്നെ ചെയ്തത്. ഇപ്പോഴാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളില്ലല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറിയിട്ട് ഒത്തിരി തിരുമ്പാനുണ്ടാകും. ഞാൻ ആ കൊട്ട കാലിയാക്കണു, കുട്ടികൾ നിറയ്ക്കണു, വീണ്ടും കാലിയാക്കണു, കുട്ടികൾ നിറയ്ക്കണു, ഇങ്ങനെയാണ് സംഭവിക്കാറ്. ഞാൻ മോളിക്ക് പോകുന്ന സമയത്ത് പൊന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ വിളിച്ചാർക്കുന്നുണ്ടായിരുന്നു. എന്തായാലും തിരുമ്പലൊക്കെ അവിടെ ഇട്ടിട്ട് ഞാൻ പോയി. ഇനിയിപ്പോൾ എന്തായാലും കുറേ നേരം ഇതിന്മേൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. മീറ്റിങ്ങിന് കൃത്യമായിട്ട് എത്തണം. ഇന്ന് 2 മീറ്റിങ്ങാണുള്ളത്. മീറ്റിങ്ങിന് എന്തായാലും അർജൻറ്റായിട്ട് ചെല്ലണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കുട്ടികൾ പല്ലൊക്കെ തേച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കയറിയിരുന്നു. ഞാൻ അവർക്ക് എടുത്തു കൊടുത്ത് അതിന് ശേഷം വേഗം കുളിക്കാനും പുറപ്പെടാനുമുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഇന്നും മഹേടൻ തന്നെയാണ് കൊണ്ടാക്കി തരുന്നത്. എന്തായാലും പെട്ടെന്ന് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം കുളിക്കാനൊക്കെ കയറി. പൊന്നും ആരും അപ്പോഴേക്കും കുളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, വേഗം പുറപ്പെടാൻ തുടങ്ങി. ഞാൻ എന്നത്തെയും മാതിരി ഒരു മോയ്സ്ചറൈസർ ഫസ്റ്റ് അപ്ലൈ ചെയ്യും. അതാണെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് അലർജീൻ്റെ പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി കണ്ടപ്പോൾ ഞാൻ ഒരു സൺസ്ക്രീന് ഉപയോഗിച്ചിട്ട് എനിക്കത് പറ്റിയില്ല. അതിനുശേഷം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ. പിന്നെ ഐടെക്സിൻ്റെ ഐലൈനർ വെച്ചിട്ടൊന്ന് വരച്ചു. അതിനുശേഷം പൊട്ടൊക്കെ തൊട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് ഞാൻ റെഡിയായി. ഇപ്പോൾ സ്കൂള് പൂട്ടിയിരിക്കുകയല്ലേ. പൊന്നൂനാണെന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോൾ ദേഷ്യമാണ്. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് ഇങ്ങോട്ടാ ഒരുങ്ങിയിട്ട് അമ്മയ്ക്ക് ജോലി ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തത്. ഇവിടെ പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾ രണ്ടാളും നന്നായിട്ട് അടികൂടും. അപ്പോൾ ഞാൻ പൊതുവേ ഇപ്പോൾ മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് കുട്ടികളെ ആക്കിയിട്ടാണ് പോവാറ്. അവിടെ ആമിയായിട്ട് അവൾ നല്ല കൂട്ടാണ്, ഇങ്ങനെ തല്ലൂടൊന്നും ചെയ്യില്ല. പിന്നെ എന്തായാലും ഇപ്പോൾ കുട്ടികളല്ലേ കളിച്ചോട്ടെ എന്ന് ഞാനും കരുതും. ഇനി എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവരെ ഇപ്പോൾ പൊന്നുവിൻ്റെ കഫക്കെട്ടും ഒക്കെ മാറിയിട്ട് വേണം ഒന്ന് വലമ്പൂരിലൊക്കെ കൊണ്ടാക്കാൻ. അപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ല, ജോലിക്ക് പോകണോണ്ടും എനിക്കും 2 ദിവസം പോയി നിൽക്കണം എന്നുണ്ട്. അപ്പോൾ സാധിക്കണില്ല. എന്തായാലും എൻ്റെ വീട് അടുത്തായതുകൊണ്ട് എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ അപ്പം തന്നെ മഹേടൻ കൊണ്ടുപോകും. എന്തായാലും വിഷുവിനൊന്നും പോയിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് നിൽക്കണം എന്നൊക്കെ കരുതുന്നുണ്ട്. ലീവുണ്ട്, അപ്പോൾ എന്തായാലും ഒന്ന് നിൽക്കണം എന്നൊക്കെ കരുതുന്നുണ്ട്. നടന്നാൽ മതിയായിരുന്നു. അപ്പോഴേക്കും നമ്മളൊരു ലീവ് കാണുമ്പോഴേക്കും പിന്നെ വേറെ എന്തെങ്കിലും പ്രോഗ്രാം ആയിട്ടുണ്ടാവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് എൻ്റെ മുടി ഒട്ടും ഇഷ്ടമല്ല. അതെന്താണെന്ന് വെച്ചാൽ പണ്ട് ഞാനൊരു പ്രാവശ്യം വോളിയമൈസ് ചെയ്തതായിരുന്നു. എനിക്ക് മുടിക്ക് ഒത്തിരി ഉള്ളൊന്നുമില്ല. അപ്പോൾ ആ ഉള്ളില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പൊതുവെ മുടി ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം വോളിയമൈസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുമായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ മുടി കൊഴിയാനൊക്കെ തുടങ്ങി. ഇപ്പം ഇതേ അവസ്ഥയിലാവും ചെയ്തു. അപ്പം ഞാൻ എന്തായാലും മുടി ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണമെന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി പാളുമൊന്നും അറിയില്ല, പക്ഷേ ചെയ്താൽ കാണാൻ ഭംഗി ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഒരു തോന്നൽ. എന്തായാലും പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. പിന്നെ ആരെങ്കിലും കേട്ട് വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതേമാതിരിയുള്ള വ്ളോഗ്സാണ് ഇടുക, ഷോർട്സൊക്കെ ഇടലുണ്ട്. ഇപ്പോൾ വ്ളോഗ്സാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും വേറെ തരം വീഡിയോകളാണ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും വിഷുവിനൊരു നല്ല വ്ളോഗ് എടുക്കണമെന്ന് ഞാൻ കരുതുന്നുണ്ട്. എന്തായാലും നടന്നാൽ മതി, പ്രശ്നമൊന്നുമില്ലാതെ നല്ലൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചായിരുന്നോ? എന്താ വെച്ചാൽ ഇതെൻ്റെ ഒരു കൂട്ടുകാരി, എൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരിയുടെ ഓൺലൈനായിട്ട് അവളൊരു ഇത് നടത്തുന്നുണ്ട്, ഡ്രസ്സിൻ്റെ ഷോപ്പ് മാതിരി നടത്തുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മേടിച്ച ഡ്രസ്സാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ഡ്രസ്സ്.
രസമല്ലേ ഇട്ടിട്ട്? ഇന്ന് അവളും ഇതേമാതിരത്തെ ഇതന്നെ ഡ്രസ്സ് ഇട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. അവൾക്കുണ്ട്